പെട്ടെന്നുള്ള വിജയങ്ങൾ പലരെയും അഹങ്കാരികളാക്കിയിട്ടുണ്ട്. പെട്ടെന്നുള്ള ഉയർച്ചകളും പദവികളും ഒത്തിരി പേരെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലും എത്തിച്ചിട്ടുണ്ട്. എന്നാൽ അബദ്ധങ്ങൾ അനേകരെ താഴ്മയുള്ളവരാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ സത്യമാണ്. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഈ ആഴ്ചയിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വന്ദനം. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. ജീവിതത്തിൽ വരുന്ന പല അബദ്ധങ്ങളും, നമ്മൾ ചെയ്യുന്ന പല പോരായ്മകളും, നമ്മിലൂടെ വരുന്ന പല പോരായ്മകളും നമ്മെ അഹങ്കാരികളാക്കുകയില്ല. പകരം ദൈവസന്നിധിയിൽ താഴുവാനും മനുഷ്യരുടെ മുൻപിലും വളരെ വിനയമുള്ളവരായി തീരാനും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം കാരണമായി തീരും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് വിജയമല്ല, എപ്പോഴും നമുക്ക് ഉയർച്ചയല്ല. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന പെട്ടെന്ന് വരുന്ന ചില പ്രയാസങ്ങളും ജീവിതത്തിൽ വരുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മെ ഒന്ന് അറിയാനും വിനയപ്പെടാനും ഒക്കെ കാരണമായി തീരും. അതുകൊണ്ട് ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നമ്മെ താഴ്മയുള്ളവരാക്കാൻ ദൈവം അനുവദിക്കുന്ന അവസരങ്ങളായിട്ട് നമുക്കതിനെ കാണാം. ഈ തിങ്കളാഴ്ച മുതൽ അങ്ങനെ നല്ല മനോഭാവത്തോടെ എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും എന്നെ എളിമപ്പെടുത്തുവാനും കൂടുതൽ ആത്മീക ഫലമുള്ളവനാക്കാനും മാത്രമാണെന്നുള്ള മനോഭാവത്തോടെ അതിനെ പോസിറ്റീവായിട്ട് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 11-ാം അധ്യായത്തിൻ്റെ 26 വരെയും നമ്മൾ വായിച്ചു. അന്ത്യോക്യ സഭയെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അന്ത്യോക്യ സഭ ഉണ്ടായി. അതെങ്ങനെയാണ് ഉണ്ടായത്? അന്ത്യോക്യ സഭ ജനങ്ങൾ സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവ ഹേതുവായി ജനങ്ങൾ 4 വഴിക്ക് ചെതറിപ്പോയവർ പിന്മാറ്റത്തിൽ പോയില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയില്ല. പകരം അവർ സുവിശേഷം അറിയിച്ചുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിലൊക്കെ മറ്റു പല നാടുകളിലും പോയി. അങ്ങനെ പോകുന്ന വഴിയിൽ യഹൂദന്മാരെ കൈക്കൊണ്ടില്ലെങ്കിലും യവനന്മാർ സുവിശേഷം ഏറ്റെടുത്തു. അങ്ങനെ അന്ത്യോക്യയിൽ വലിയ കൂട്ടം വിശ്വാസത്തിന് അധീനരായി. ഇതറിഞ്ഞ് അപ്പോസ്തലന്മാർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് വിട്ടു. ബർന്നബാസ് നല്ല മനുഷ്യനായിരുന്നു, പരിശുദ്ധാത്മാവും വിശ്വാസവും ഉള്ളവനായിരുന്നു. അങ്ങനെ ബർന്നബാസ് വന്നതോടുകൂടി സഭയ്ക്ക് വലിയ മാറ്റമുണ്ടായി. എന്നാൽ ബർന്നബാസിന് അതുകൊണ്ട് തൃപ്തിയായില്ല. ബർന്നബാസ് പോയി ശൗലിനെ തർസുസിൽ പോയി കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ പൗലോസിനെ കൊണ്ടുവന്നു. 1 വർഷം അവിടുത്തെ സഭായോഗങ്ങളിൽ പ്രസംഗിച്ചു. അങ്ങനെ ആ സഭ ആർത്തു വളർന്നു. അങ്ങനെ അന്ത്യോക്യയിൽ വെച്ച് വിശ്വാസികൾക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അതായത് ക്രിസ്തുവിനെ പോലെയുള്ളവർ അവിടെ എഴുന്നേറ്റ് വന്നു. പ്രതികൂലത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നവരുടെ സുവിശേഷീകരണവും നല്ല മനുഷ്യനായ ബർന്നബാസിൻ്റെ ആ ഇടയ ശുശ്രൂഷയും പൗലോസിൻ്റെ ടീച്ചിങ്ങും പ്രോഫസിയും ഇത്രയും കാര്യങ്ങൾ കയറി വന്നപ്പോൾ ആ സഭ ആർത്തു വളരാനിടയായി. ഇനി അടുത്തത് 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. ഇതാ അന്ത്യോക്യൻ സഭയിലേക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രവാചകന്മാർ വന്നു കയറുകയാണ്. അതായത് ഒരു കൂട്ടായ്മ വളർന്നു കഴിഞ്ഞാൽ കാണാൻ കൊതിക്കുന്നവരെല്ലാം സഭയിലേക്ക് വിളിക്കാതെ വരും. അതാണ് ഇവിടെ കാണുന്നത്. അന്ത്യോക്യയിൽ ഒരു വലിയ സുവിശേഷീകരണം നടന്നതോടെ ജനങ്ങൾ കൂട്ടമായി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു വലിയ കൂടിവരവായപ്പോൾ കാണാൻ കൊതിച്ചവരല്ലേ ആ സഭയുടെ പാസ്റ്ററായി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അപ്പോസ്തലനായ പൗലോസ് ആ സഭയുടെ ഉപദേഷ്ടാവായി 1 വർഷം താമസിച്ച് ആ സഭയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇന്നൊരു ദൈവദാസൻ സഭയിൽ വന്നു പോയാൽ, കൂടി വന്നാൽ 1, 2, 3 ദിവസം. എന്നാൽ 1 വർഷം അന്ത്യോക്യയിലെ ആ സഭ പൗലോസിൻ്റെ വചനധ്യാനത്തിനകത്താണ്, പ്രോഫസിക്കകത്താണ്. അത് പോരാഞ്ഞിട്ട്
പ്രവാചകന്മാരുടെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ അന്ത്യോക്യയിലേക്ക് വരികയാണ്. അതായത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഉണർവ് സഭയായി, യെരുശലേമിലെ സഭയേക്കാൾ ശക്തിയുള്ള സഭയായി അന്ത്യോക്യ സഭ മാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന നിങ്ങളുടെ ചർച്ച് ഇതുപോലെ ഒന്നായെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനായിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയായ പ്രൈസ് ജനറേഷൻ ചർച്ച് ഇതുപോലെ ഒന്നാകാൻ എന്ത് ചെയ്യണം? ഉള്ളവർ ആത്മാക്കളെ നേടി വിശ്വസ്തയോടെ നിന്നാൽ മതി. ആത്മാക്കൾ കൂട്ടമായി വിടുവിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം അയക്കേണ്ടവരെ എല്ലാം അതിൻ്റെ സമയത്ത് കർത്താവ് അയക്കും. ഇന്ന് നമ്മൾ കാണാൻ കൊതിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. കർത്താവിന് അതിന് പദ്ധതിയുമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ വളരെയധികം ഉത്സാഹത്തോടെ സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യത്തിലായിരുന്നാൽ മാത്രം മതി. അവരത്രമേ ചെയ്തുള്ളൂ. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം നിമിത്തം അലഞ്ഞു തിരിഞ്ഞവർ അവർ സുവിശേഷത്തിനു വേണ്ടി നിന്നപ്പോൾ ഒരു വലിയ സഭ അവിടെ ഉടലെടുത്തു. ഇപ്പോഴിതാ 27-ാമത്തെ വാക്യം, ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമമുണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു. അത് ക്ലൗദോസിന്റെ കാലത്ത് സംഭവിച്ചു. വെറുതെ പ്രവചിച്ചു പോകുന്നവരല്ല, ലോകത്തിൽ എന്തുണ്ടാകും ആ നിലവാരത്തിലുള്ള പ്രവചനമാണ്. ഒരു വീട്ടിൽ എന്ത് സംഭവിക്കുമെന്നല്ല, ഒരു നാട്ടിൽ എന്ത് സംഭവിക്കുമെന്നല്ല, ഭൂമി മുഴുവനും എന്ത് സംഭവിക്കാൻ പോകുന്നു, ഈ നിലവാരത്തിലുള്ള പ്രവാചകന്മാർ ആ കാലഘട്ടത്തിലുണ്ടായി. ഒരു കൊച്ചു വീട്ടിലെ കാര്യം പറയാൻ വരുന്നവരല്ല, ഒരു കാലഘട്ടത്തിൻ്റെ കാര്യം പറയുവാൻ ദൈവം അഭിഷേകം കൊടുത്തവർ അന്ന് യെരുശലേം സഭയിലുണ്ടായിരുന്നു. അങ്ങനൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ അന്ത്യോക്യ സഭയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ അഗബോസ് എന്ന പ്രവാചകൻ ശക്തനായ ഒരു ദൈവദാസൻ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ചില പ്രവാചകന്മാർ പ്രവചിച്ചാൽ അവരെ കുറിച്ച് പറയുന്നത്, എൻ്റെ പാസ്റ്റർ പറയുന്നത് ഒരു പ്രവാചകനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ദൂതൊക്കെ നല്ലതാ, എന്നാൽ ഒരു 100 വർഷത്തിനപ്പുറമേ അത് സംഭവിക്കൂ. നമ്മുടെ കാലത്തെങ്ങും നടക്കണ കേസേ അല്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടൊന്നൊരു കാര്യമില്ല. നമ്മുടെ കാലത്ത് അത് കാണാൻ കഴിയില്ല. നമ്മുടെ കൊച്ചുമക്കളുടെ കാലത്തുള്ള ദൂതേ അങ്ങേര് പറയൂ. എന്നാൽ അഗബോസ് അങ്ങനെയുള്ളൊരു പ്രവാചകനല്ല. അദ്ദേഹം പറഞ്ഞാൽ അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. പറയുന്നത് പോലെ സംഭവിക്കും. ആ സീസണിന് വേണ്ടി പറയുന്നയാളാ. മാത്രമല്ല ഒരു കാലഘട്ടത്തോട് പ്രവചിക്കുന്നവനാണ്, ഒരു ദേശത്തോടല്ല. ഏലിയാവ് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. എവിടെ? ഇസ്രായേലിൽ. എന്നാൽ ഇതങ്ങനെയല്ല. ഏലിയാവിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത പ്രവാചകനാണ് അഗബോസ്. എന്താണ്? ലോകം മുഴുവനും. അവിടെ പറയുന്നത് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും. 7 വർഷം അല്ലെങ്കിൽ 3 വർഷം ഇസ്രായേലിലെ ക്ഷാമം. അതാണ് ഏലിയാവ് പറഞ്ഞത്, അതല്ല അഗബോസ് പറയുന്നത്. ലോകം മുഴുവൻ എന്ത് സംഭവിക്കാൻ പോകും? അത് ക്ലൗദോസിന്റെ കാലത്ത് സംഭവിച്ചു. അതായത് വെറുതെ ഒരു ആലോചന പറയുന്നതല്ല, ഒരു ഊഹാപോഹം പറയുന്നതല്ല, അത് പറയുന്നത് പോലെ വ്യക്തമായി നടക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഇവരെ അതിശക്തമായി അവരെ ഉപയോഗിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആ നിലവാരത്തിൽ കൃപകൾ കൊടുത്തവർ അന്ന് യെരുശലേമിലെ സഭയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതിശക്തമായ പ്രവാചക ശബ്ദമായി മാറേണ്ടവർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണ്. അത് കർത്താവിൻ്റെ ഹൃദയമാണ്. മോശ പറഞ്ഞു, ദൈവത്തിൻ്റെ ജനമെല്ലാം പ്രവചിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവജനം മുഴുവനും പ്രവചിച്ചാൽ ജനങ്ങൾക്ക് അത്രത്തോളം പാപബോധവും ദൈവഭയവും ഉണ്ടാകും. അഗബോസ് പോലെയുള്ളവർ പറഞ്ഞാൽ അത് നടക്കുമ്പോൾ അത് കേട്ടവർക്കെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിങ്ങൾ തുച്ഛീകരിക്കരുത്. 1 തെസ്സലോനിക്കർ 5 പറയുന്നു, പ്രവചനം
തുച്ഛീകരിക്കരുത്. അത് ഇനി പ്രവാചകന്റെ ഗ്രേഡ് നോക്കണ്ട, ആ പ്രവാചകൻ ആത്മാവിലാണോ എന്ന് നോക്കിയാൽ മതി. വലിയ പ്രവാചകനാണോ ചെറിയ പ്രവാചകനാണോ? അത് ബൈബിളിൽ അങ്ങനെ, നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറയാൻ കാരണമായി തീർന്നു. വലിയ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നവരുണ്ട്. അതായത് യെശയ്യാവ്, ഇരമ്യാവ്, യഗസ്കേൽ, ദാനിയേൽ, അവരൊക്കെ വലിയ നീളത്തിലുള്ള പുസ്തകം എഴുതിയതുകൊണ്ട് വലിയ പ്രവാചകന്മാർ. ചെറിയ പ്രവാചകന്മാർ, അതെ, നഹൂം, ഹബക്കൂക്ക്, യോന, സക്കരിയ, ഇവരെല്ലാം ചെറിയ പ്രവാചകന്മാരിൽ. എന്താണ്? ചെറിയ ആത്മാവിനെ പ്രാപിച്ചവരാണോ? വലിയ പ്രവാചകന്മാർ വലിയ ആത്മാവിനെ പ്രാപിച്ചവരാണോ? അല്ല, അവരെല്ലാം വലിയ പ്രവാചകന്മാർ തന്നെ. വലിയ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരെല്ലാം വലിയവർ തന്നെയാണ്. ചെറിയ പ്രവാചകന്മാരെന്നോ വലിയ പ്രവാചകന്മാരോ എന്നോ ഇല്ല. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു പ്രവാചക ശബ്ദമാക്കി, ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമാക്കി എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രവാചക ശബ്ദമാകാൻ എന്ത് ചെയ്യണം? ഒന്ന്, വേദപുസ്തകവുമായി നിങ്ങൾ ഇരിക്കണം. വേദപുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കണം. അത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വായിക്കണം. ഡേവിഡ് യോങ്കിച്ചു എന്ന ദൈവദാസൻ പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവേ, അങ്ങെഴുതിയ വചനം അങ്ങയുടെ ആത്മാവിൽ തന്നെ ഒന്ന് ഗ്രഹിക്കാൻ കൃപ നൽകണമേ. മനസ്സിലാക്കി വായിക്കണം. എന്തിനാണ് പരിശുദ്ധാത്മാവ് അത് എഴുതിയിരിക്കുന്നത്? അടുത്തത്, ആത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ സഹായിക്കണം. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, ദാനിയേൽ തൻ്റെ വീടിന് വേണ്ടിയോ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികളുടെ നിറവേറൽ എന്ന പദ്ധതിയായിരുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ദാനിയേൽ 3-4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ശുഭപ്പെട്ടിരുന്നു. അവന് വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല. അവൻ ചോദിച്ചത് മുഴുവനും ദൈവഹിതം നിറവേറുവാൻ വേണ്ടി. അവൻ ഉപവസിച്ചതും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി. ദൈവിക പദ്ധതികൾ നടപ്പിലാകാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നമ്മുടെ കാര്യത്തിലെല്ലാം ഒരു അത്ഭുതം നടക്കും. അപ്പോൾ ഒന്ന്, ഹൃദയപൂർവം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ബൈബിൾ വായിക്കുക. 2, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അത് അന്യഭാഷയും അതിനകത്തുണ്ട്. പിന്നെ ആത്മനിയോഗത്തിൽ നമ്മുടെ വായിൽ വരുന്ന പ്രാർത്ഥന വിഷയം. ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നല്ലൊരു പങ്ക് ബൈബിളിൽ നിന്നാകും. ഏറ്റവും ഒടുവിൽ ഒരു 5-10 മിനിറ്റ് നമ്മുടെ കാര്യങ്ങൾ കോമൺ ആയിട്ട്, കർത്താവേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ഇന്ന കാര്യം നടക്കണം, എനിക്ക് ഈ ആഴ്ച ഒരു കാര്യമുണ്ട്, ഇന്ന് എനിക്കൊരു വഴിക്ക് പോകണം, ഇതെല്ലാം കൂടി ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ പ്രധാനമായും ബൈബിളിൽ പറയുന്ന, തിരുവെഴുത്ത് പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ യേശു കർത്താവൊക്കെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മേൽ ഈ ഒരു അഭിഷേകം കയറി പിടിക്കും. പിന്നെ പറയുന്നത് മുഴുവനും ആത്മാവിലായിരിക്കും. വചനം ഒരു സ്പിരിറ്റാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണ്. നമ്മളൊരു സ്പിരിറ്റാണ്, ദൈവം ഒരു സ്പിരിറ്റാണ്, വചനം ഒരു സ്പിരിറ്റാണ്. അതുകൊണ്ട് ആത്മാവിൽ മുന്നോട്ട് പോയാൽ നാം പറയുന്നതെല്ലാം ആത്മാവിൻ്റെ ദൂതായി മാറും. അഗബോസ് പോലെയുള്ള പ്രവാചകന്മാർ ഈ സീസണിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തികളുടെ അകത്ത് ഒരു പ്രവാചക ശബ്ദം എഴുന്നേറ്റ് വരട്ടെ. ഈ സീസന്റെ ഒരു പ്രവാചകനായി, ദൈവശബ്ദമായി, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ, ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമാണെന്ന് പറയുന്ന ഒരു കൂട്ടരായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. അവരുടെ ഹൃദയം തുറക്കട്ടെ, ചെവി തുറക്കട്ടെ. കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും തിരിച്ചറിയുന്ന ഹൃദയവും ഇത് കേൾക്കുന്നവരുടെ മേൽ വരട്ടെ. പരിശുദ്ധാത്മാവ് ഈ മക്കളെ മാറ്റി മറിക്കണമേ. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഇവരെ നയിക്കണമേ. ആത്മനിയോഗത്തിൽ ഫിലിപ്പോസ് നിർജ്ജന സ്ഥലത്തേക്ക് പോയതുപോലെ, ആത്മനിയോഗത്തിൽ ശിമയോൻ ആലയത്തിലേക്ക് പുറപ്പെട്ടതുപോലെ, ആത്മനിയോഗത്തിൽ ഇത് കേൾക്കുന്നവർ
ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ ദിശകളിലേക്കും പുറപ്പെടട്ടെ. ആത്മനിയോഗമില്ലാത്ത യാത്രകൾ മാറട്ടെ. ഈ ആഴ്ച അങ്ങനെ ഒരു നിയോഗത്തിലേക്ക് കർത്താവ് ഇവരെ കൊണ്ടുവരണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയാണ്. ബൈബിൾ നന്നായി വായിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. ഈ മാസം പ്രാപിക്കേണ്ട എല്ലാ ദൈവകൃപയും ഈ മാസം തന്നെ വേണമെന്ന് നിർബന്ധം കർത്താവിനോട് ചോദിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.